Hi all, welcome back. Happy Valentine's Day. ഹാപ്പിയസ്റ്റ് വാലന്റൈൻസ് ഡേ. ഇന്ന് നമ്മുടെ ഒരു വാലന്റൈൻസ് ഡേ വ്ലോഗ് എന്നൊന്നും പറയില്ല, എന്നാലും നമുക്ക് പറയാല്ലേ. നമ്മൾ പറയുന്നതിന് നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ രാവിലെ തന്നെ എണീച്ച് ചായ കുടിക്കുകയാണ്. രാവിലെ തന്നെ എണീച്ച് അങ്ങനെ തന്നെ അല്ല, ഫുഡ് ഉണ്ടാക്കി ജീവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ജീവി എണ്ണയൊക്കെ ഇട്ട് കുളിക്കാൻ പോയി. ജീവി സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ എന്ന് നമുക്ക് പറയാം. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഒരു കുറച്ച് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതാണ് പ്രത്യേകിച്ചുള്ളത്. നമ്മുടെ വാലന്റൈൻസ് ഡേ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ളത്. അത് വാലന്റൈൻസ് ഡേ തീമാണോ ചോദിച്ചാൽ തീമല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ഫോട്ടോഷൂട്ട് ചെയ്ത് അത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അപ്പോൾ ഇടുന്നു. ബട്ട് അതിൻ്റെ തീമോ കാര്യങ്ങളൊന്നും ആണോന്ന് വെച്ചാൽ അല്ല. അപ്പോൾ കാണാത്തവരാണെങ്കിൽ വ്ളോഗ് വരുമ്പോഴേക്ക് എന്തായാലും പിക്സ് വന്നിട്ടുണ്ടാവും, സോ കണ്ടു നോക്കുക. പിന്നെ ഇന്നലെ എനിക്ക് ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ കാർഡൊക്കെ തന്നിട്ട് ഇവളും പുറത്തൊക്കെ പോയിനു. അപ്പം കാർഡൊക്കെ വാങ്ങിക്കൊണ്ടോന്ന് കുറച്ച് കള്ളക്കളിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളെയും മൂത്ത്. അപ്പം തന്നെ ഞാൻ പിടിച്ച കാര്യം അത് ജീവിക്ക് അവള് ഒരു പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സോൾ സ്ട്രിങ്സ് പറഞ്ഞിട്ട്. ഫോട്ടോസുമേ ത്രെഡ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന കേട്ടോ. അതിന്റെ പിക്സ് നമുക്ക് അവിടെ ഇവിടെയും കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഇത് അവൾക്ക് എറണാകുളത്തൊന്നും ഒരു ഇതുണ്ടായിരുന്നു. ഇതാണ് കാർഡ്. പിന്നെ ഉള്ളില് ഞാനിന്നലെ ക്ലോസറ്റിന്റെ മേലെ വെച്ചിരുന്ന എഴുതിയതാ, ഉള്ളിൽ കണ്ടുപിടിക്കണോണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളതിന് പോയപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ കയറി ആ ഫ്രെയിം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ട് ജീവിയാണ് ശരിക്കും എനിക്കൊരു ഐഡിയ പറഞ്ഞത്, നീ വാങ്ങവേ ഓക്കെ വാങ്ങിയേക്കാം, വേറെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു കാർഡ് വാങ്ങിയേക്കാം, ചൈൽഡിഷ് ആയിട്ട് തോന്നും. ഞങ്ങളിപ്പോൾ ചൈൽഡാണല്ലോ, പ്രായം കൂടുന്നുള്ളൂ, ബുദ്ധിയൊന്നും കൂടുന്നില്ല. എനിക്ക് ബുദ്ധി കൂടുന്നു, ടോക്ക് ബുദ്ധിയില്ല. നമുക്ക് എവിടത്തെ ബുദ്ധിയാണ് കൂടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചൈൽഡിഷ് ഒന്നല്ല, നമുക്ക് ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ് ആൻഡ് മെമ്മറബിൾ തിങ്, യുനോ. എനിക്ക് തരാൻ പറ്റിയില്ല, ബിക്കോസ് ഞാനതങ്ങനെ ഓവർ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നോ ഒന്നുമില്ലായിട്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ജീവികളോട് ജീവിനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൾ ഇറങ്ങിയിട്ടുണ്ട് കുളിച്ചിട്ട്. കുളിച്ചാ അവള് അപ്പിടാൻ പോയിട്ടുണ്ടായിരുന്നു. എടീ വീഡിയോ ഓണാട്ടോ. അതാ അക്ക രാവിലെ തൊട്ട് മാട്ടുകുട്ടിയാ. ചായ എടുത്തോ? നേരെ അക്ക കുളിച്ചിട്ടില്ല. അക്കക്ക് നാണം ഇല്ലല്ല, തിരിഞ്ഞ് പോയിക്കോ. ക്യാമറ തിരിച്ച്. അക്കൊക്കെ ഒരു 5 ഡേ ഐറ്റിനറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് ഐറ്റിനറി ഒന്നും പോലെ ആയില്ല. നമ്മളെന്നിട്ട് ഇന്നലെ വന്നപ്പോ രാത്രി മീനൊക്കെ വാങ്ങി വന്നപ്പോ ഇന്ന് മീനൊക്കെ പൊരിക്കണം. ഇന്ന് ചോറ്, ചീര ഉപ്പേരി, കരിമീൻ പൊരിച്ചതുമാണ്. ദാൽ കറിയും. അവിടെ വാ. ദാല് തിന്ന് അക്ക ടിഷ്യൂ ഒന്ന് കളിയിടും. വാ ജീവിയെ വാ, ഇത് പിടിച്ചേ. അല്ല ഇവിടെ അവളിട്ടില്ല, ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവളിട്ടില്ല പറഞ്ഞ. ഞാനും ഇട്ടില്ലല്ലോ. ചായ തണുത്ത് വെള്ളായി. എന്താണിത്? ഇന്ന് നമ്മള് പിന്നെ പൂളിലൊക്കെ പോയിട്ട് കുറച്ച് ചലഞ്ചൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വാലന്റൈൻസ് ഡേ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഓക്കെ, എന്താണ്? ഒന്നുമില്ല, പൂളിന്റെ ചാലഞ്ച് അല്ലേ? ജീവി ആർക്കോ താഴ്ത്ത് പോവാൻ വിമ്മിഷ്ടമുണ്ട്, അതുകൊണ്ട് ഫോൺ അടിച്ച് വെറുപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ചലഞ്ചൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ നൈറ്റിന് ജിമ്മിന് പോകണം, ഇന്നലെ പോകാൻ പറ്റില്ല, മിനിയാന്ന് പോകാൻ പറ്റില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട്. ഇന്നലെ പീരിയഡ്സ് ആയിരുന്നു, അതിന് മുന്നേ ഫോട്ടോഷൂട്ടിൻ്റെ ക്ഷീണമായിരുന്നു.
മുടി ഒന്ന് താത്തി വെക്കും. ഇവിടെ അങ്ങനെ പൊന്തി കിടക്കുന്നു സിംഹത്തിന്റെ കൂട്ട്. എന്ത് ചെയ്യാനാ, മുടി വളരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതാട്ടോ. കമ്പലിട്ടിട്ടില്ല. അവിടെ അവിടെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങക്ക് ജലദോഷവും കുറച്ച് പണി കിട്ടി. ഇപ്പൊ തുടങ്ങിയേക്കുന്നത് മെയിനായിട്ട് എനിക്കാണ്. ഇനിയിപ്പോ അവർക്ക് രണ്ടുപേർക്കും പോവാന്നുള്ളതൊക്കെ അറിയാം. ഇതൊന്നും അറിയാതെ ഏതോ ഒരു ഗ്രഹത്തിലിരുന്ന് ബിസ്ക്കറ്റും ചായയും സാപ്പിടുന്ന ഒരു അക്കാനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. സെയിൽസ് ഗേൾ അടി നീ, സെയിൽസ് ഗേൾ. അക്കാനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളിതാ ഇവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടോളൂ. ജീവ എനിക്ക് എന്താ പറയാനുള്ളത്? മൈക്ക് കൊടുത്തടാ. ആ ബിസ്ക്കറ്റ് തിന്നു. ബിസ്ക്കറ്റ് തിന്നുമ്പോ അക്ക പറയൂല മക്കളെ. 2 വേർഡ്, 2 അക്ഷരം. രാവിലെ തന്നെ ഇവിടെ ബ്രേക്ക് ഡാൻസ് നിന്റെ ഫാൻസിന് വേണ്ടി. നല്ലതാ. തമിഴ് പേസ് നീ. ഇവളോട് വെച്ചാൻ പറയും, ഇവള് മാട്ടുകുട്ടിയായി പോയിടും. സാപ്പിട്ടിങ്ങളാ? പിന്നെ കുറച്ച് പേര് തൈറോയിഡിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഡ്രോപ്പ് ചെയ്ത് വന്നേ. ജീവിച്ചല്ലേ? ജീവി ചായ കുടിച്ചിട്ട് ഇപ്പൊ താഴെ ഹോൺ അടിക്കാൻ ലോറി ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന. അത് ഇവിടുത്തെ വണ്ടിക്കാരാണെന്നേ. എനിക്കൊന്നും ഡോറ് അത് തുറന്നിട്ടില്ല സാധനം. ആണോ? അപ്പൊ നമ്മള് തൈറോയിഡിന്റെ ഡോക്ടറെ കാണിക്കാൻ പോയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് നമ്മള് അൾട്രാസൗണ്ട് എടുക്കണം, അതുപോലെ ത്രോട്ടില് നൊഡ്യൂൾ ഉണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് ക്ലിയർ ചെയ്ത തൊണ്ടതാണ്. അപ്പൊ അതിന്റെ FNACയുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ FNAC ത്രോട്ടിന്ന് ഇവള് ഷോർട്സിൽ ഇട്ടായിരുന്നു. മിന്നലേന്നുള്ള പാട്ട് ഇട്ടുകൊണ്ടിട്ടേള ഷോർട്സില് മണ്ടി. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ പോലെ, അതായത് ഉള്ളിന്ന് എടുത്ത് ഒരു ചെറിയൊരു പാർട്ട് അതെടുത്ത് സംഭവം ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അത് ചെയ്യാൻ കൊണ്ടുപോയപ്പോ. ലൈക്ക് എന്തെന്നാവും പെയിൻഫുൾ ആ. ഞാൻ ChatGPT ഒക്കെ ചാറ്റൊക്കെ ചെയ്യായിരുന്നു. വേദനയൊക്കെ ആവും. അപ്പൊ ChatGPT പറഞ്ഞ സ്ലൈറ്റ് ആയിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, പ്രിക്കിങ് ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്പാക്കുന്നൊക്കെ പറഞ്ഞ്, പക്ഷെ നമ്മൊന്നും ആക്കിയില്ല. സ്പ്രേ അടിച്ചിരുന്നു. നമ്മ ആക്കിയില്ല, സ്പ്രേ അടിച്ചില്ല. അത് പെയിൻഫുൾ ആണെങ്കിൽ നമ്മക്ക് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പക്ഷെ അത്രക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രക്കൊന്നും പെയിൻ ഒന്നും ഉണ്ടായില്ല. ഒന്ന് കുത്തണോട്ട്, പക്ഷെ കുത്തിയിട്ട് ഉള്ളുന്ന ഒരിളക്കലുണ്ട്. അതാണ് കുറച്ച് പെയിൻഫുൾ. 2 കുത്തല് കുത്തിയല്ലേ മോനെ? 2 കുത്ത്. എന്നിട്ട് അത് ലാബിലേക്ക് അയച്ചിട്ട് അത് അതിൽ സെൽസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കുത്തണ്ട. ഓക്കെ ആണ്, ടെസ്റ്റ് കഴിഞ്ഞു. അത് പിന്നെ പുറത്തേക്ക് അയക്കും. എന്നിട്ടാണ് റിസൾട്ട് വരിക. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ 3ാമത് 4ാമതൊക്കെ കുത്തേണ്ടി വരും. അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞു. അതൊന്നും വന്നില്ല, ഫസ്റ്റ് തന്നെ കിട്ടി. നമ്മള് ശരിക്കും രാവിലെ പോയിട്ട് എന്നാ വൈകുന്നേരം 7 മണിക്കാ വീട്ടിലെത്തിയത്. അപ്പൊ അത്ര ടൈം എടുത്ത് പ്രൊസീജിയർ. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയട്ടെ ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ളത്. പിന്നെ തൈറോയിഡ് ഒക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ ബേബി? അതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ എന്തെന്നാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പ് ചെയ്യേണ്ടി വരും ഇതുപോലെയൊക്കെ. ഇതിപ്പോ ചൂടിൻ്റെത് എങ്ങനെയുണ്ട്? ചൂടിൻ്റെത് ഇപ്പൊ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു ബോഡി ചൂടുണ്ട്. പക്ഷെ മുന്നത്തെ അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മുന്നേ ഭയങ്കര ചൂടാണ്. അവള് നമ്മളിവിടെ നിന്ന് തൈറോയിഡിന്റെ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ അടുക്കളയിൽ നിന്നോ തിന്ന് ഇങ്ങനെ പോവുക ചിരിച്ചുകൊണ്ട്. നമ്മള് ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ നമ്മളുടെ എല്ലാം പറയാട്ടോ. നമുക്കൊരു ഷോർട്സിൽ പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ ഈ ഒരു ഇതിൽ നമ്മൾ റീസെന്റ് അപ്ഡേറ്റ്സ് കൊടുക്കാം എന്നുള്ളത്. അപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഉണ്ടാവാണ്ട് ഇരിക്കട്ടെ. യെസ്, ഉണ്ടാവൂല. ജസ്റ്റ് അത് എന്തെന്നാവും, അത് ലോ ആണോ കൂടുതലാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ആ നൊഡ്യൂൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒന്നെങ്കിൽ ഒരു അയോഡിൻ തെറാപ്പി പറഞ്ഞിട്ടൊരു തെറാപ്പി, അത് അങ്ങനെ ആദ്യം പറഞ്ഞത്. പിന്നെ ഇങ്ങനെ സർജറി സെറെന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞങ്ങളത് വേണോ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലേ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് FNAC എടുത്ത് നോക്കാം. ഈ തൈറോയിഡ് പിന്നെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നത് കൊണ്ട് തന്നെ
ഇവിടെ ഒരാള് അണ്ടിപ്പരിപ്പ് കാഷ്നട്ടിനെ മുന്തിരി എന്ന് പറയുന്നു, ഇവിടെ ഒരാൾ അത് ഇങ്ങനെയാണെന്ന് പറയുന്നു. രണ്ടിനും അതായത് അണ്ടിപ്പരിപ്പിന് ഓള് മുന്തിരി എന്ന് പറയും. അപ്പൊ മുന്തിരിക്ക് എന്താ പറയാ? അണ്ടിപ്പരിപ്പ്. അപ്പൊ 2 മുന്തിരികളാണ്. അപ്പൊ ഓള് അണ്ടിപ്പരിപ്പിന് മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മള് മുന്തിരി എടുക്കും. ആരാണ് അണ്ടിപ്പരിപ്പ് കഴിക്കുക? ഓ അണ്ടിപ്പരിപ്പ് ആരെയാലും ആവട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം. ഓളിപ്പോ കഴിക്കുന്നത് പൊങ്ങ്. ദേവി എന്താ പറയാ? അത് പൊങ്ങ്. ഇനി എന്താ പറയാ? തെങ്ങ്. തേങ്ങാപ്പൂവ്. എന്താ ഇതുണ്ടോ നമ്മുടെ ഫുഡിന്ന്? ബ്രെഡ് എഗ് സാൻഡ്വിച്ച് നോക്കാം. അതിന് ഉള്ളിലത്തെ മാത്രം കഴിച്ചാ മതി, പുറത്തേത്തെ കഴിക്കണ്ട. ഉണ്ടാക്കാം. സോപ്പ് ഇടറിയാക്ക. നമ്മളെ അക്കക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മള് ഡയറ്റാണ്, ബട്ട് ഓള് വന്നിട്ട് നമ്മൾ അങ്ങനെ വലിയ ഡയറ്റ് ഒന്നും ഫോളോ ഒന്നും ചെയ്യുന്നില്ല. പുറത്തുനിന്ന് അങ്ങനെ നമ്മള് ഫുഡ് വാങ്ങിയില്ല, പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എന്തോ ഉണ്ടാക്കി ആകെ ഒരു ദിവസം, ആ ഒരു ഷൂട്ടിന്റെ ഒരു ദിവസം പൊതിച്ചോറ് വാങ്ങി. അല്ലാണ്ടെല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാക്കി സെറ്റാക്കി. നമുക്ക് രാവിലെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത്ര മുട്ടയും പോയിക്കോളും അല്ലേ? പ്രോട്ടീൻ. ജീവിയൊക്കെ പ്രോട്ടീൻ ഇങ്ങോട്ട്. ജീവിയൊക്കെ ജിമ്മിന് പോവാണ് ഗായ്സ്. ജീവിയൊക്കെ ഗുണ്ടുമണി ആയെന്നാണ് പറയുന്നത്. നമുക്ക് വയറൊക്കെ കൂടി അത്രേ. അപ്പൊ ഞങ്ങൾ കാണിച്ചോളൂ, ഞങ്ങളെ വയറ് കണ്ടാ നീ പറഞ്ഞു. ഇല്ല ജീവിയെ, അത് പങ്കപ്പെടാനെന്താ കൂടി പറഞ്ഞപ്പോ ഞാനും ഇവളും എന്നാ ചൊല്ലി എന്റെ ഇവളുടെ വയറ് പാത്താ പെരുസായിട്ട്. നിന്റെ വയറ് അതിനെന്താ ടിപ്പുള്ളത് കുറയാൻ വേണ്ടിട്ട്? ഷുഗർ. അടവത്തി. ഷുഗർ കൂട്ടണോ അതോ കമ്മി பண்ணണോ? കൂട്ടണോ. അവളൊരു പഞ്ചാര കട്ടിയാണ്. പഞ്ചാര കുഞ്ചു മധുരത്തിന്റെ ആളാ. രാവിലെ എണീറ്റ് ചായ ഉണ്ടാകുമ്പോ 1 കിലോ പഞ്ചസാര. എന്റെ സാറേ, അതല്ല, ഇവരെ അങ്ങോട്ടേക്ക് അധികം ആൾക്കാരും അങ്ങനെ യൂസ് ചെയ്യലുണ്ട് ഷുഗർ. നല്ല യൂസ്. നല്ല ജീവിയെ അല്ലേ? എല്ലാരും യൂസ് ചെയ്യൂല അങ്ങനെ? ஆமா சுகர் இல்லாம எப்படி ஜிம்முக்கு போறீங்க மட்டும் தான் சுகர் இல்லாம சாப்பிடுவீங்க. അതാണ്. അല്ലാണ്ട് ഓള് മാത്രല്ല, എല്ലാരും അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളെ ഇവിടെ ഇപ്പോ കറിക്ക് എരിവ് കൂടുതലായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഷുഗർ യൂസ് ചെയ്യും അധികം. പക്ഷെ എന്തോരം പറഞ്ഞെടുത്താലും കേൾക്കൂല. ഇപ്പൊ വയറ് കൂടിയപ്പോ ഞാനോട് പറഞ്ഞു ഷുഗർ കുറച്ചാ വയറ് ഒന്ന് ഇതാവൂന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല ഞാൻ ഷുഗറും സാപ്പിടും, ഞാൻ ജിമ്മിനും പോവും. ഇതാണ് നമ്മുടെ മോട്ടോ. മോട്ടോയോ? അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഇതെന്താണ്? ஆம்லெட். ഓംലേറ്റ് അല്ല, അത് സാൻഡ്വിച്ച് ആണ്. காலையில இட்லி சாம்பார் சாப்பிடணும். என்னை நீ இப்படி சாப்பிடு. മക്കളെ, ഇവള് കള്ളം പറയാണ്. ഇവള് കാലത്ത് ചോറ്, ഉച്ചക്ക് ചോറ്, നൈറ്റ് ചോറ്. കാലയില് ഓള് ചിലപ്പോ ഇഡ്ഡലിയൊക്കെ തിന്നല്ലേ? റേർ. இட்லி சாம்பார் சட்னி. ஏழியே கண் வயிறு வயிற்றால போயிடும். ഇഷ്ടായോ? ഇഷ്ടായോ നിനക്ക്? இதுக்குள்ள என்ன ஆகுது? അവളുടെ വായില് വൈക്ക് വെക്ക്. இதுக்குள்ள என்ன ஆகுது? അത് മുട്ട, മയോനൈസ്, അങ്ങനെ. നല്ലല്ല? മുട്ടയാ? ഇഷ്ടായില്ല? നാരങ്ങാ നീര് എല്ലാം ഉണ്ട്. അതൊന്നും ഇഷ്ടാവൂല. ഇഷ്ടായില്ല? തീരെ ഇഷ്ടായില്ല? நல்லா இருக்குது. ഇല്ല, സത്യം പറ. മുട്ട പച്ച സ്മെൽ. പച്ച സ്മെല്ലാ? അത് മുട്ട പുഴുങ്ങിയതാ. അവൾ നമ്മുടെ റെസിപ്പിയെ കുറ്റം പറഞ്ഞു, നമുക്ക് ഇഷ്ടമായില്ല, ഡിസ്ക്വാളിഫൈഡ്. നമ്മുടെ ജീവിയൊക്കെ അങ്ങനെ ഫൈനലി കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ജട്ടി ഒന്നും തരുന്നില്ല, വയ്ക്കാം തരാ. നമ്മളെ നമ്മൾ സീറ സീര റെഡിയാക്കി ഇത് ചെയ്യുന്നു. വീഡിയോ എടുക്കുക. പ്ലാൻ എന്തോ പണ്ട് കാണും. അവൾക്ക് പേടിയാണ് എപ്പോഴാണോ ഒരുക്കാന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കിന്ന് ചോറ് റെഡി ആയിട്ടുണ്ട്. ചീര, പിന്നെ അതാ കരിമീൻ ഇവിടെ ഐസ് വിടാൻ വെച്ചേക്കുക. സമയം 4 മണിയാവാനുമായി. ഞാൻ വിചാരിച്ച 3-2 മണി ആയിട്ടുള്ളൂ. സമയം പെട്ടെന്ന് പോയി. പിക്ക് ഇട്ടപ്പോ സമയം.
പിന്നെ ഇത് മേരാ ചുക്ക് കാപ്പി ഹേ. എനിക്ക് കുറച്ച് വയ്യ. വയ്യായിക ഉണ്ട് ഗൈസ്. എന്താ പെട്ടെന്ന് വന്നത് മനസ്സിലായില്ല. ബട്ട് വന്നു. എനിവേസ് ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. വേണ്ടാന്നോ? താങ്ക് യു. നമുക്ക് ജീവി അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവന്നാണ് ഇവരെ സോൾട്ട് സ്ട്രിങ് ഫേസ് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ. മറ്റേത് കാണിച്ചെടുത്ത ആരുടെ അത്? ആരാണ്? ഇവള് കക്കൂസേ പോയിട്ട് ബക്കറ്റ് വേണോ? അതിൽ ഞാൻ തുണി കഴുകാൻ. നീ ഷവർ ഓപ്പൺ ആക്കിക്കോ. ബക്കറ്റിൽ 2 തുണിയാ. അതാ പാവോട്ടാ. ഓണായി കാണിച്ചോ. ഒന്ന് അത് ഞാൻ പ്രസ് ആക്കിയാൽ മതി. എന്നിട്ട് അതിങ്ങനെ പൊന്തിച്ചാൽ മതി. നോക്കട്ടെ. അതിന്റെ അടിയിൽ പോയി ഓണാക്ക്. നെക്ക് അത് നീ അത് താഴത്തത് ഓപ്പൺ പണ്ണ്. താഴത്തത് ഓപ്പൺ ആക്കിയ പൊന്തിക്ക്. താഴെ ഓപ്പൺ ആക്കിയ പൊന്തിക്ക്. എന്നിട്ട് പ്രസ് ചെയ് മോളെ. നീ താഴത്തുനിന്ന് കഴിച്ച് ഞാൻ പറഞ്ഞില്ല അവൾ അങ്ങനെ ഓപ്പൺ ആക്കുന്നത്. ജീവിയെ നിക്ക്. ഫസ്റ്റ് താഴത്തത് ഇങ്ങനെ പൊന്തിക്ക്. ഇല്ലല്ല മേലെ അടിക്കൂല. താഴത്ത് മാത്രമേ വരുള്ളൂ. പൊന്തിക്ക് മേലെ വരൂല. പ്രസ് ചെയ്താ വരൂ. പ്രസ് ചെയ്ത് നോക്കിയേ. പ്രസ് ചെയ്താ വരും. ഇങ്ങോട്ട് നിക്ക്. അത് തുറക്ക്. ഞാൻ കാണിച്ചു തരാം. തുറന്നേ. അങ്ങോട്ട് നിന്ന് ഇനി പ്രസ് ചെയ്. അത് ശരി. എന്നെ കുളിപ്പിക്കാം. മണ്ടി പ്രസ് ചെയ്. ഇങ്ങോട്ട് ഇവ എന്നെ കുളിപ്പിക്കാന്ന്. സന്തോഷായ എന്നെ ഹാഫ് കുളിപ്പിച്ച ജന്തുവോള്. ഓക്കെ ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഇതും അവര് മുന്നേ ചെയ്ത് തന്നാണ് കേട്ടോ നമുക്ക്. ശൈലജയും ജീവിയും കൂടെ എപ്പോഴും ഉണ്ട്. ഇതും ഉണ്ട്. പിന്നെ ഒരു ഫ്രെയിം കൂടെ ഉണ്ട് കാണിച്ചു. ഇപ്പൊ ഗിഫ്റ്റോ അതോ എന്താ ഒരു പാർട്ട്ണറിന് ഗിഫ്റ്റ് കൊടുക്കാനോ അതോ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു പെർഫെക്റ്റ് സംഭവം തന്നെയാണ്. ഇത് ത്രെഡ് വർക്ക് കൊണ്ട് ആ ഒരു സ്പെസിഫിക് സാധനം ചെയ്തിട്ട് നല്ല ഭംഗിയാ. ഒരു വെറൈറ്റി. അങ്ങനെ നമ്മൾ ഇനി മീൻ പൊരിക്കണം. ചോറ് റെഡിയായി. ചീര റെഡിയായി. പക്ഷെ സമയം 5 മണിയായി. 5 മണി. കാരണം നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് വീഡിയോസ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വീഡിയോയില് നമ്മുടെ ജീവിയൊക്കെ ഉണ്ട് ഗൈസ്. അല്ലെ ജീവിയെ? നീ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ? അവള് അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണ സാധനം. അഭിനയിച്ച് ക്ഷീണിച്ച്. ഇല്ല പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ ചെയ്ത്. അപ്പൊ ആ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡു വാച്ച്. മീൻ പൊരിക്കണം. ഫുഡ് കഴിക്കണം. പൂള് പോണം. ഇന്ന് പൂളില് നമ്മള് കുറച്ച് ചലഞ്ച് കാര്യങ്ങളൊക്കെ വെക്കാം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത് ഉണ്ടാക്കാന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ഓഫ് ഓൾ പാല് വാങ്ങിയ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ജീവിയൊക്കെ പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവള് പെട്ടെന്ന് കുടിച്ച് തീർക്കും. ഞാൻ അതും കൂടിയിട്ടില്ല. സൺസ്ക്രീൻ ബേബി ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഇട്ടാ ഓക്കെ. സോ നമുക്ക് ചോറ് തിന്നാൻ 5-6 മണിക്കാണ് ഞങ്ങൾ ചോറ് തിന്നത് കേട്ടോ. അതും കറിയില്ല ഗൈസ്. നമ്മളൊന്നൊരു കറി പ്ലാൻ ചെയ്തു. പക്ഷെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ല. പരിപ്പ് വരെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ പരിപ്പ് വീട്ട് കണ്ടില്ല. പരിപ്പ് നമ്മൾ വാങ്ങിയിരുന്നു. പക്ഷെ എവിടെ കൊണ്ട് വെച്ചെന്നാണ് ഒരു ഇതില്ലാത്തത്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതാ കരിമീൻ പൊരിച്ചത്, ചീര, പിന്നെ 2 അപ്പിക്കുട്ടികൾ. എങ്ങനെയുണ്ട് കരിമീൻ? ജീവിയെ നല്ലതാ. ചോറിട്ടുള്ളതാന്ന് പറഞ്ഞ. ഇനിയിപ്പോ ചോറിന്റെ കാര്യം പറയണ്ടല്ലോ. ആൾക്ക് മീന് ഭയങ്കര ഇഷ്ടോ. ഞാൻ എന്തിനിട്ട് അല്ലെങ്കിൽ അവൾ എൻ്റെ പീസും കൂടെ അടിച്ചു മാറ്റും. നമുക്കിതാ ഇപ്പോൾ നൈറ്റ് നമ്മളൊരു ലൈവ് വെക്കാന്ന് വെച്ച്. അപ്പോൾ ലൈവ് ഉണ്ട്. അതിനുള്ള പരിപാടികളിലാണ്. നമ്മൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നിട്ടാ. വാലന്റൈൻസ് പരിപാടിയൊന്നും ചെയ്തു.
അപ്പോ ജീവിക്കണ അടുത്തേക്കണം. ജീവിക്ക് കൊറേ പരിപാടി കിട്ടി. അവിടെ നാട്ടില് ഗ്യാസ് തീർന്നോയിട്ട് വീട്ടില് എല്ലാം ഒരാൾ ചെയ്യുമ്പോ ഒരാൾ മാറി നിന്നാലുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മുടെ അക്ക ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ കോളിലാണ് ആളുടെ ഡേറ്റ് ഒക്കെ നോക്കണേ. ഇനി ഫോട്ടോ എടുക്കാൻ കാണിച്ചിട്ടാ ആയിക്കോട്ടെ. ഫോട്ടോ എടുക്കുന്നുണ്ട കള്ളി ഫോൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. നോക്കട്ടെ അവിടെ അറിയോ മണാലിന്ന് വാങ്ങിയ ആ സാധനം ഫോട്ടോ എടുക്കുന്നു. ഞാൻ വെള്ളം ഓഫ് ചെയ്തോളാം. ലൈവിന് വരാന്ന് പറഞ്ഞിട്ട് സെറ്റായാ? അങ്ങനെ നമ്മുടെ ജീവക്കട ഗ്യാസ് കിടച്ചിരിക്കുന്നു ഗായ്സ്. ലൈവിന് പോവാനായാ? ഒരു കോൾ കൂടെ ഉണ്ടാ? തീർത്തിട്ട് വാ. മുടി കൊള്ളല്ലേ സ്റ്റാർട്ട് പണി കൊഞ്ചം. ഓക്കെ. ആ വേഗം വന്നോട്ടെ, അല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞങ്ങള്. ബ്ലഡി ഫുൾ